സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. വിശദമായി തന്നെ നമുക്ക് പഠിക്കാം. ഐ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റാണ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. ഐ എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റാണ് മീ. മീ എന്ന് പറഞ്ഞാൽ എന്നെ, എനിക്ക്, എന്നോട്, ഞാനോ എന്നൊക്കെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ് എന്ന് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അവൾ എന്നെ ക്ഷണിച്ചു. ഷീ ഇൻവൈറ്റഡ് മീ. അവൾ എന്നെ ക്ഷണിച്ചു എന്നതിന് ഷീ ഇൻവൈറ്റഡ് മീ എന്ന് പറയുന്നതിന് പകരം ഷീ മീ ഇൻവൈറ്റഡ് എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്, ഒരു മാതൃകയുണ്ട്. അതനുസരിച്ച് മാത്രമേ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ പഠിച്ച് സംസാരിക്കുമ്പോൾ മാത്രമേ നല്ല ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുവാനും നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് മറ്റുള്ളവർക്ക് ശരിയായി മനസ്സിലാക്കാനും സാധിക്കുള്ളൂ. ലോകത്തുള്ള എല്ലാ ഭാഷകളും കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കേൾക്കുന്ന വ്യക്തിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാകണം. അതാണ് ലോകത്തുള്ള എല്ലാ ഭാഷ കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട പാറ്റേൺ നമ്മൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അവൾ എന്നെ ക്ഷണിച്ചു. ഷീ ഇൻവൈറ്റഡ് മീ. അതിനു പകരം നമുക്ക് ഷീ മീ ഇൻവൈറ്റഡ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇതാണ് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് പാറ്റേൺ. എന്നാൽ മലയാളത്തിൻ്റെ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാം നമുക്ക്. ആദ്യം ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ്, അവൾ, എന്നെ, മീ, പിന്നെയാണ് പ്രവൃത്തി വരുന്നത്. അത് മലയാളത്തിൻ്റെ പാറ്റേൺ ആണ്. ഇംഗ്ലീഷിൻ്റെ പാറ്റേൺ ആദ്യം സബ്ജക്റ്റ് വരണം, പിന്നെ വേർബ് വരണം, പ്രവൃത്തി വരണം, പിന്നെ ഒബ്ജക്റ്റ് വരണം. അവൾ എന്നെ ക്ഷണിച്ചു. ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. അവൾ. ഇൻവൈറ്റഡ് വേർബാണ്, ഒരു പ്രവൃത്തിയാണ്. മീ ഒബ്ജക്റ്റാണ്, എന്നെ. അവൾ എനിക്ക് തന്നു, എനിക്ക് നൽകി. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക? ആദ്യ സബ്ജക്റ്റ് ഷീ, അവൾ. നൽകി, അടുത്ത പ്രവൃത്തി വരണം. നൽകി, നൽകുക, ഗീവ്. നൽകി എന്ന് പറയുമ്പോൾ ഗേവ്, സെക്കൻഡ് ഫോം. എനിക്ക്, മീ, സബ്ജക്റ്റ് വന്നു, വെർബ് വന്നു, ഒബ്ജക്റ്റ് വന്നു. അവൻ എന്നോട് പറഞ്ഞു. ആദ്യ സബ്ജക്റ്റ് അവൻ, ഹി. ഇനി പറഞ്ഞു. ടെൽ എന്ന് പറഞ്ഞാൽ പറയുക. ടോൾഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു. എന്നോട് ഒബ്ജക്റ്റ് ലാസ്റ്റ് വരുന്നു. മീ, ഹി ടോൾഡ് മീ. അവൻ എന്നോട് പറഞ്ഞു. അത് ആ പാറ്റേൺ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കണം. ഐ ഞാൻ എന്ന സബ്ജക്റ്റ്, മീ എന്നെ, എനിക്ക്, എന്നോട്, ഞാനോ അതും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുകയാണ്. ഒരാൾ പറയാണ് നീയാണ് എൻ്റെ പൈസ എടുത്തത്. ഞാനോ? അവിടെ ഐ എന്നല്ല ചോദിക്കണ്ടേ, മീ, ഞാനോ, മീ. അപ്പോൾ ഐ എന്ന സബ്ജക്റ്റും മീ എന്ന ഒബ്ജക്റ്റും നമ്മൾ പഠിച്ചു. അടുത്തത് യു എന്ന സബ്ജക്റ്റ്, നീ എന്നാണ് യു എന്നതിൻ്റെ അർത്ഥം. ഒബ്ജക്റ്റും യു എന്ന് തന്നെയാണ് പറയുക. നിന്നെ, നിനക്ക്, നിന്നോട് എന്നൊക്കെയാണ് ഒബ്ജക്റ്റായിട്ട് യു വരുമ്പോൾ അതിന് മീനിങ് വരുന്നത്. ഞാൻ നിന്നെ സഹായിച്ചു. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾ സ്വയമായിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു തോട്ട് പ്രോസസ്സ് അവിടെ വർക്കാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രം കേട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് നൽകി അല്ലെങ്കിൽ ഞാൻ നിനക്ക് തന്നു. ആദ്യം ഞാൻ എന്ന സബ്ജക്റ്റ്, പിന്നെ തന്നു വെർബ്, പിന്നെ നിനക്ക് ഒബ്ജക്റ്റ്. ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ എന്ന സബ്ജക്റ്റ്, പറഞ്ഞു എന്ന വെർബ്, നിന്നോട് എന്ന ഒബ്ജക്റ്റ്. അടുത്ത സബ്ജക്റ്റ് ദേ, അവർ, ഒരു കൂട്ടാളുകൾ, അവർ. ദേ എന്ന സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റാണ് ദം. അവരെ,
അവർക്ക്, അവരോട് എന്നൊക്കെയാണ് ദം എന്ന ഒബ്ജക്റ്റിന് മീനിങ് വരുന്നത്. ഞാൻ അവരെ സഹായിച്ചു. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, സഹായിച്ചു എന്ന് പറയുന്ന വെർബ്, അവരെ എന്ന ഒബ്ജക്റ്റ്. ഞാൻ അവർക്ക് കൊടുത്തു. ഞാൻ അവർക്ക് നൽകി. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, നൽകി അല്ലെങ്കിൽ കൊടുത്തു എന്ന് പറയുന്ന വെർബ്, പിന്നെ അവർക്ക് എന്ന ഒബ്ജക്റ്റ്. ഞാൻ അവരോട് പറഞ്ഞു. ഞാൻ എന്ന സബ്ജക്റ്റ്, പറഞ്ഞു എന്ന വെർബ്, പ്രവൃത്തി, അവരോട് എന്ന ഒബ്ജക്റ്റ്. അടുത്ത സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് വി, ഞങ്ങൾ, നമ്മൾ എന്നൊക്കെയാണ് വി എന്ന സബ്ജക്റ്റിന് മീനിങ് വരുന്നത്. വി എന്ന സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റാണ് അസ്. ഞങ്ങളെ, നമ്മളെ, ഞങ്ങൾക്ക്, നമുക്ക്, ഞങ്ങളോട്, നമ്മളോട്, ഇതൊക്കെയാണ് അസ് എന്ന ഒബ്ജക്റ്റിൻ്റെ മീനിങ്. നീ ഞങ്ങളെ സഹായിക്കണം. നീ എന്ന സബ്ജക്റ്റ്, സഹായിക്കണം എന്ന വെർബ്, ഞങ്ങളെ എന്ന ഒബ്ജക്റ്റ്. അവർ ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾക്ക് തന്നു. അവർ എന്ന സബ്ജക്റ്റ്, തന്നു എന്ന വെർബ്, പ്രവൃത്തി, ഞങ്ങൾക്ക് എന്ന ഒബ്ജക്റ്റ്. അവർ ഞങ്ങളോട് പറഞ്ഞു. അവർ എന്ന സബ്ജക്റ്റ്, പറഞ്ഞു എന്ന വെർബ്, ഞങ്ങളോട് എന്ന ഒബ്ജക്റ്റ്. അടുത്ത സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് ഷീ, അവൾ. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റാണ് ഹെർ. അവളെ, അവൾക്ക്, അവളോട്, ഇതൊക്കെയാണ് ഹെർ എന്ന ഒബ്ജക്റ്റിൻ്റെ മീനിങ്. ഞാൻ അവളെ വിളിച്ചു. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, വിളിച്ചു എന്ന പ്രവൃത്തി, വെർബ്, അവളെ എന്ന ഒബ്ജക്റ്റ്. ഞാൻ അവൾക്ക് കൊടുത്തു. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, കൊടുത്തു എന്ന് പറയുന്ന വെർബ്, പ്രവൃത്തി, അവൾക്ക് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, പറഞ്ഞു എന്ന വെർബ്, അവളോട് എന്ന ഒബ്ജക്റ്റ്. അടുത്ത സബ്ജക്റ്റ് നമ്മൾ പഠിക്കുന്നത് ഹി, അവൻ. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റാണ് ഹിം. അവന്, അവന്, അവനോട്. ഇതാണ് ഹിം എന്ന ഒബ്ജക്റ്റിന് വരുന്ന മീനിങ്. ഞാൻ അവനെ ക്ഷണിച്ചു. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, ക്ഷണിച്ചു എന്ന് പറയുന്ന വെർബ്, അവനെ എന്ന ഒബ്ജക്റ്റ്. ഞാൻ അവന് കൊടുത്തു. ഞാൻ അവന് നൽകി. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, കൊടുത്തു, നൽകി എന്ന് പറയുന്ന വെർബ്, അവന് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ എന്ന് പറയുന്ന സബ്ജക്റ്റ്, പറഞ്ഞു എന്ന് വെർബ്, അവനോട് എന്ന ഒബ്ജക്റ്റ്. എല്ലാവരും എന്നോട് ചോദിച്ചു. എവരിബഡി അല്ലെങ്കിൽ എവരിവൺ, ഇതാണ് എല്ലാവരും. ആരോ എന്നോട് ചോദിച്ചു. സംബഡി അല്ലെങ്കിൽ സംവൺ, ആരോ. ആരെങ്കിലും നിന്നോട് ചോദിച്ചോ? എനിബഡി അല്ലെങ്കിൽ എനിവൺ, ആരെങ്കിലും. ആരും എന്നെ സഹായിച്ചില്ല. നോബഡി അല്ലെങ്കിൽ നോവൺ, ആരുമില്ല. അലക്സ് ഇൻവൈറ്റഡ് ഡേവിഡ്. അലക്സ് ഡേവിഡിനെ ക്ഷണിച്ചു. ഇവിടെ സബ്ജക്റ്റ് അലക്സ് ആണ്, ഡേവിഡ് ആണ് ഒബ്ജക്റ്റ്. ഡേവിഡ് ഹെൽപ്ഡ് അലക്സ്. ഡേവിഡ് എന്ത് ചെയ്തു? അലക്സിനെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഡേവിഡാണ് സബ്ജക്റ്റ്, അലക്സ് ആണ് ഒബ്ജക്റ്റ്. ഐ ഡ്രിങ്ക് കോഫി. ഇവിടെ ഏതാണ് സബ്ജക്റ്റ് വരുന്നത്? ഐ അഥവാ ഞാൻ. കുടിക്കാറുണ്ട് എന്ന പ്രവൃത്തി ചെയ്യുന്നത് ഞാൻ എന്ന സബ്ജക്റ്റാണ് ഐ. കുടിക്കുക വെർബാണ്, പ്രവൃത്തി. ഒബ്ജക്റ്റ് വരുന്നത് എന്താണ്? കോഫി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സബ്ജക്റ്റും ഒബ്ജക്റ്റും. ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ പാറ്റേൺ ശരിക്ക് മനസ്സിലാക്കിയിരിക്കണം. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, അത് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. See you next time.